പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ മേജർ രവി അദ്ദേഹം ജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് കൊച്ചിയിലെ ബ്ലോഗറായ പ്രദീപ് എമിലിയാണ് ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇതാണ്: രാജീവ് ഗാന്ധിയെ വധിച്ച ശിവരാശനെ പിടികൂടിയ ദൗത്യം. അതുമുതൽ നിരവധി സൈനിക ദൗത്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു മേജർ രവി. മേജർ രവി എന്ന വ്യക്തിത്വം എന്താണ് എന്ന് അറിയാനും അറിയിക്കാനും ഈ കുറിപ്പിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പ്രദീപ് എമിലിയുടെ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. ശരിക്കും ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു കുറിപ്പാണ്. പലർക്കും മേജർ രവി എന്ന് പറയുമ്പോൾ അദ്ദേഹം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു, അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം ചെയ്ത ദൗത്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം ഏതൊക്കെ ദൗത്യത്തിൻ്റെ ഭാഗമായി, ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള പല പോസ്റ്റുകൾക്ക് താഴെയും വന്നിട്ടുള്ള കമൻറ്റുകൾ. വേദന തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇത്രമാത്രം ക്വാളിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ വളരെ മോശമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അപമാനിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിനും കൂടി സഹായകമാവുകയാണ് ഈ കുറിപ്പ് വായിക്കാം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ജനിച്ച രവീന്ദ്രൻ 1975 ഒരു സാധാരണ സിപ്പായി ആയിട്ടാണ് ഇന്ത്യൻ ആർമിയിൽ ചേരുന്നത്. പിന്നീട് തന്റെ കഠിനാധ്വാനത്തിലൂടെ ആർമി കേഡറ്റ് കോളേജിൽ പഠനം പൂർത്തിയാക്കി 1984 ഒരു ഓഫീസറായി മാറി. തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ എലൈറ്റ് കമാൻഡോ ഫോഴ്സായ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽ ചേർന്നു. മേജർ രവി പങ്കെടുത്ത പ്രധാന മിലിറ്ററി ഓപ്പറേഷനുകൾ ഏതൊക്കെ എന്ന് പറയാം. ഓപ്പറേഷൻ വൺ നൈറ്റ് ജാക്ക്, രാജീവ് ഗാന്ധി വധക്കേസ് 1991. മേജർ രവിയുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഓപ്പറേഷനായിരുന്നു ഇത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ച LTTE തീവ്രവാദി ശിവരാശനെയും സംഘത്തെയും പിടികൂടാൻ ബാംഗ്ലൂരിലെ കൊന്നനാക്കൊണ്ടയിൽ നടന്ന ഓപ്പറേഷൻ നയിച്ചത് അന്നത്തെ ക്യാപ്റ്റനായിരുന്ന രവീന്ദ്രനായിരുന്നു. ശിവരാശൻ ഒളിച്ചിരുന്ന വീട് കമാൻഡോകൾ വളഞ്ഞു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഓർഡർ വൈകിയതിനാൽ ബ്യൂറോക്രാറ്റിക് കാലതാമസം കാരണം കമാൻഡോകൾക്ക് പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. ഓർഡർ കിട്ടി. അവർ വീടിന്റെ മേൽക്കൂര തകർത്ത് അകത്ത് കയറിയപ്പോഴേക്കും ശിവരാശനും സംഘവും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. തീവ്രവാദികളെ ജീവനോടെ പിടിക്കാൻ കഴിയാതിരുന്നത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ സങ്കടമായി അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പഞ്ചാബിലെയും കാശ്മീരിലെയും ഓപ്പറേഷനുകൾ. പഞ്ചാബിൽ തീവ്രവാദം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് നിരപരാധികളായ പെൺകുട്ടികളെ പീഡിപ്പിച്ച് 7 തീവ്രവാദികളെ വധിച്ച ഒരു വലിയ ഓപ്പറേഷൻ അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ റുബയ്യ സയീദിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവരെ മോചിപ്പിക്കാനുള്ള ദൗത്യത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഓപ്പറേഷൻ പവൻ ഈ സമയത്ത് LTTE നേരിടാൻ മറ്റു പ്രാദേശിക സംഘങ്ങൾക്ക് അദ്ദേഹം പരിശീലനം നൽകിയിരുന്നു. ബഹുമതികൾ പഞ്ചാബിലെയും കാശ്മീരിലെയും മികച്ച സേവനങ്ങളെ മുൻനിർത്തി 1991 1992 പ്രസിഡന്റിന്റെ ഗാലൻട്രി അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, രാജ്യത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഇദ്ദേഹം വേണോ അതോ B നിലവറ കൂടിക്കക്കാൻ കാത്തിരിക്കുന്നവരെ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ശരിക്കും കണ്ണു തുറപ്പിക്കുന്ന ഒരു കുറിപ്പ് തന്നെയാണ് ഇത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. പല വ്യക്തിത്വങ്ങളും അവരാരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില പ്രചരണങ്ങൾ അവർക്കെതിരെ അഴിച്ചുവിടുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പല ജനങ്ങളുടെയും സമൂഹത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നമുക്ക് എതിർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആയിരിക്കുന്ന സ്ഥിതിക്ക് ഈ സോഷ്യൽ മീഡിയ കാണുന്ന പലതും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത്തരക്കാർക്ക് കൂടി കണ്ണു തുറപ്പിക്കുന്ന ഒരു കുറിപ്പായി മാറുകയാണ് ഈ കുറിപ്പ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.